സമാഗമത്തിലെ അടുത്ത അതിഥി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സമന്വയ നേതാവും ONV സാറിൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ്. ഞാൻ പല അവസരങ്ങളിലും പലയിടത്തും വെച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. ഇത് അനവസരമാണെങ്കിലും ഈ മുടിയുടെ രഹസ്യം എന്താണ്? മുടിയുടെ രഹസ്യം ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞു കാരണം ഇതൊരു പ്രതിഷേധത്തിൻ്റെ മുടിയാണ്. ONV സാർ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ? ONV സാറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് കാണുന്ന മര്യാദകേടുകൾ അതിന് പകരം സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഒരു വഴി കാണിക്കുമായിരുന്നു. ആ വഴിയിൽ സഞ്ചരിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ONV സാറിനെ പോലുള്ള ആളുകളെയാണ് ഞങ്ങൾ മാതൃകയായി കാണുന്നത്. ONV സാറിനെ ഞാൻ വളരെ ചെറുപ്പം മുതലേ ഇങ്ങനെ ആരാധിച്ച് നടക്കുകയായിരുന്നു. മലയാള കവിതാ രംഗത്ത് വന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടൊരു പ്രകാശ ഗോപുരമായി മലയാള കവിതയെ വളർത്തിക്കൊണ്ടുവന്നതിൽ ONV സാറിൻ്റെ പങ്ക് മുഖസ്തുതി പറയില്ല സാറേ. ആ പങ്ക് മലയാളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സാർ. മാത്രമല്ല അതിൻ്റെ എല്ലാം ഉള്ളിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു ശക്തി അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ വിദേശത്ത് പോയപ്പോൾ വിദേശത്ത് നിന്ന് മലയാളികൾ എപ്പോഴും ആവേശത്തോടെ ONV സാറിൻ്റെ വരികൾ എപ്പോഴും ചുണ്ടിൽ കൊണ്ട് നടക്കുക. സാർ ഒമാനിൽ പോയപ്പോൾ വെള്ളാരം കുന്നിലെ എന്നുള്ള പാട്ട് അതെ അല്ലേ? അതെ, ഞാൻ പറഞ്ഞു എനിക്കിവിടുത്തെ തൊഴിലാളികൾ ജീവിക്കുന്ന ഈ എന്താണ് ക്യാമ്പ് ഷെഡുകൾ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ 2 ടയർ 3 ടയർ ബർത്തില്ലേ, അതേമാതിരിയാണ് ഷെഡിനകത്ത് ഇങ്ങനെ. അത് കാണാൻ കൊണ്ടുപോയി. വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സന്ധ്യ മയക്കത്തിലാണ് ഞാൻ ചെല്ലുന്നത്. ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ടായിട്ട് വെള്ളാരം കുന്നിലെ ഇത്ര പോകുന്ന ഒരു റേഡിയോയിൽ അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു ചെറിയ റേഡിയോയിൽ കേൾക്കുന്നു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഞാൻ പതുക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ കൂടെ വന്നയാൾ പറഞ്ഞു, നിങ്ങൾ ഈ ആളിനെ അറിയുമോ? അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം. അങ്ങനെ അറിയാതിരിക്കുന്നത്. ഉടനെ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാട്ടായി കേൾക്കുന്നതെന്ന്. ഉടനെ വേറൊരുത്തം പറഞ്ഞു, അയാൾ ഈ പാട്ടൊന്നും കേൾക്കുമ്പോൾ സാറേ വീട്ടിലൊന്ന് പോയി വന്ന സുഖമാണ്, നാട്ടിലൊന്ന് പോയി വന്ന സുഖമാണ്. അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചു, എനിക്ക് ഒരുപാട് അവാർഡ് ഈ പാട്ടിനൊക്കെ കിട്ടിയിട്ടുണ്ട്. നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് പാട്ടിന് ഇതാ. രവിയേട്ടനോട് ഒരു കവിക്കും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനും ഒരേ വ്യക്തിയിൽ സഹവർത്തിക്കാൻ സാധ്യമാണ്? സാമൂഹ്യ നീതി എന്നുള്ളതാണ് മുഴുവൻ സമയ പ്രവർത്തകൻ്റെയും കവിയുടെയും മനസ്സിലെങ്കിൽ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലെത്തിച്ചേരും. ലക്ഷ്യത്തിന് 2 മാർഗ്ഗങ്ങളാണ്. എന്നാൽ മുഴുവൻ സമയ പ്രവർത്തകനേക്കാളും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കവിക്ക് കഴിയും. ഇപ്പോൾ പാബ്ലോ നെറൂദ, അദ്ദേഹം ഒരു ചിലിയൻ രാഷ്ട്രീയത്തിൽ രക്തസാക്ഷിയായി. രാഷ്ട്രീയമാണ് അതിന് കാരണം. പക്ഷേ നെറൂദയുടെ കവിത ഇപ്പോഴും അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ സമാഗമ പരിപാടി പലപ്പോഴും ഒരു കടന്നുകയറ്റമാണ് വ്യക്തിയുടെ സ്വകാര്യതകളിലേക്കും ബന്ധങ്ങളിലേക്കുമൊക്കെ. അപ്പോൾ ONV സാറുമായിട്ട് പങ്കിട്ടൊരു സ്വകാര്യ അനുഭവം അല്ലെങ്കിൽ ONV സാറിന് പെട്ടെന്ന് ഓർമ്മ വരുന്ന? എന്നെ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചൊരു കവിത ഉണ്ടായിരുന്നു. സാറിനൊരു വിദേശയാത്ര ഒരു പെൺകുട്ടിയോടുകൂടെ സഹയാത്രിക സ്നേഹപൂർവ്വം. ആ കവിത എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോഴൊരു കവി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതുപോലെ ആവിഷ്കരിക്കുമ്പോൾ ആസ്വാദകൻ അവൻ്റെ മനസ്സുണ്ടാകുന്ന വിചാരങ്ങൾ, ആ വിചാരങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് എനിക്ക് ഈ വലിയ മനുഷ്യൻ്റെ, ഈ വലിയ കവിയുടെ മഹത്വം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ കവിതയൊക്കെ ഇഷ്ടമുള്ള നല്ല രാഷ്ട്രീയക്കാരുണ്ടെന്ന്. പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ സാറിനോട് ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് അറിവ് വളരെ പരിമിതമാണ്. സാറിൻ്റെ അറിവിൻ്റെ ഒരുപാട് അകലത്തിലാണ് ഞങ്ങൾ. പക്ഷേ സാറുമായി പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ അറിവിലുള്ള എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ആ പിഴവുകൾ തിരുത്താം. പുതിയ അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നടക്കാം. ആ ബന്ധത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ പകർന്നു തന്നതിന് താങ്കൾക്ക് ഒരുപാട് നന്ദി.